സങ്കടകരമായ ഒരു ഷോക്കിംഗ് ന്യൂസാണ് ഈ പുല്ലുപാറയ്ക്ക് സമീപം ഇടുക്കിയിൽ KSRTC ബസ് പറഞ്ഞ കാര്യം പറഞ്ഞിരുന്നല്ലോ. അതിൽ 3 പേർ മരിച്ചു എന്ന് വാർത്ത വരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള ആദ്യ വാർത്തകൾ തള്ളി ഇപ്പോൾ 3 പേരുടെ മരണത്തിന് ഈ അപകടം കാരണമായി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മാവേലിക്കയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് പോയ ബസ്സാണ്. ഇത് കൊക്കയിലേക്ക് മറിഞ്ഞു. 34 പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. രാഹുൽ വിജയൻ ചേർന്നു 3 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തമായിട്ട് ഇത് മാറിയിരിക്കുന്നു. പറയൂ രാഹുൽ വിജയൻ, യഥാർത്ഥത്തിൽ ഈ എവിടെ വെച്ചാണ് ഈ 3 പേര് മരിച്ചു എന്ന് പറയുന്ന വാർത്ത ഇപ്പോൾ വരുന്നത്? അതീവ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആദ്യം ഈ അപകടത്തിൽ ഗുരുതര പരിക്കില്ല എന്നുള്ളതായിരുന്നു അറിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ 3 പേര് ഈ KSRTC മറിഞ്ഞുള്ള അപകടത്തിൽ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിൽ 2 പുരുഷന്മാരും ഒരു സ്ത്രീയും ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ പേര് വിവരങ്ങളൊക്കെ ഇനി ലഭ്യമാകേണ്ടതുണ്ട്, അത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും 2 പുരുഷന്മാരും ഒരു സ്ത്രീയും മരിച്ചു എന്നുള്ളത് പോലീസും അതുപോലെ തന്നെ ഈ ആശുപത്രി അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ബസ്സിൽ 34 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 20 അടി താഴ്ചയുള്ള സ്ഥലത്ത് വെച്ച് മരത്തിൽ തട്ടി നിന്നതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു ആദ്യം എല്ലാവരും കരുതിയത്. ബസ്സിലുണ്ടായിരുന്നവരെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും മറ്റു വഴിയാത്രക്കാരും ചേർന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച സമയം 3 പേർ മരണപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ ഈ 3 പേരുടെയും മൃതദേഹമുള്ളത് എന്നുള്ളത് കൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. മാവേലിക്കര സ്വദേശികളാണ് ഈ മരിച്ച 3 പേരും എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ ആളുകളായിരുന്നു. അവർ തിരികെ വരുന്ന വഴിയാണ് ഈ പുല്ലുപാറയിൽ വെച്ച് അപകടമുണ്ടാകുന്നത്. KSRTC ബസ്സായിരുന്നു. KSRTC ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ അപകടത്തിൽ മരിച്ചവരുടെ കൂടുതൽ പേരുവിവരങ്ങളാണ് ലഭ്യമാകേണ്ടത്. ആദ്യഘട്ടത്തിൽ 3 പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. പക്ഷേ മരണം സംഭവിക്കുമെന്ന് കരുതിയിരുന്നില്ല. എന്തായാലും സങ്കടപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തയാണ്. 3 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പേരുവിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വിജയനാണ് പുല്ലുപാറയിൽ നമുക്കൊപ്പം ടെലിഫോണിൽ ചേർന്നത്. ഇപ്പോൾ പുല്ലുപാറയിലുണ്ടായ ബസ് അപകടത്തിൽ 3 പേർ മരിച്ചു എന്നുള്ള അത്യന്തം ഖേദകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. തഞ്ചാവൂരിലേക്ക് ടൂർ പോയ KSRTC ബസ്സാണ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിന്റെ കൂടുതൽ എന്താണ് ശരിക്കും ഉണ്ടായതെന്ന് അറിയാൻ കഴിയില്ല. 34 പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. ആ 34 പേരുണ്ടായിരുന്ന ഈ ബസ്സാണ് പുല്ലുപാറയ്ക്ക് സമീപം കൊക്കയിലേക്ക് മറിഞ്ഞ് വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. വളരെ സങ്കടകരമായ ഷോക്കിംഗ് വാർത്തയാണ്. രാഹുൽ വിജയൻ ടെലിഫോണിൽ വീണ്ടും ചേരുകയാണ്. രാഹുൽ വിജയൻ, യഥാർത്ഥത്തിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോ വളരെ സങ്കടം, നമ്മൾ വളരെ സന്തോഷത്തോടെ ഈ നഗരത്തിലേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മുടെ സന്തോഷം മൊത്തം പോയി. 3 പേര് മരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആളുകളുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് പറയാൻ കാരണം ബസ്സിലുണ്ടായിരുന്നവർ തന്നെ നൽകിയ വിവരം വെച്ചിട്ടാണ്. കാരണം ഈ മരിച്ച ആളുകൾക്കും പുറമെ വലിയ കാര്യമായിട്ടുള്ള ഗുരുതര പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത്തരമൊരു ആശ്വാസത്തിലാണ് ഈ പരിക്ക് പറ്റിയ ആളുകളെ ഈ മുണ്ടക്കയത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ആന്തരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്, പരിക്ക് പറ്റിയതുകൊണ്ടായിരിക്കാം ഈ മരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് കണക്കാക്കുന്നത്. എന്തായാലും 3 പേരുടെ മരണം നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് നിലവിൽ ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. ഈ KSRTC ബസ് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ പുല്ലുപാറയിൽ വെച്ച് ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നു. അതിനുശേഷം റോഡിലെ ബാരിക്കേഡിൽ ഇടിച്ച് അത് മറികടന്നുകൊണ്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 2 തവണ വട്ടം മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ബസ്സിൽ നിന്ന് തെറിച്ചു വീണോ മറ്റോ ആയിരിക്കാം ഈ ആളുകൾ, ഈ മരിച്ചവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടാവുക. എങ്ങനെയാണ് ഈ പരിക്ക് അല്ലെങ്കിൽ ഈ മരണത്തിനിടയാക്കിയ കാരണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ആന്തരികമായിട്ടുള്ള വലിയ ഗുരുതര പരിക്ക് ഈ മരിച്ചവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പുറമെ കാര്യമായ പരിക്കുകൾ ഇല്ല എങ്കിൽ പോലും ആന്തരികമായിട്ടുള്ള പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് പ്രാഥമികമായിട്ട് ആശുപത്രി അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് പരിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി കുറച്ച് സംശയം കൂടി ബാക്കി നിൽക്കുകയാണ്. അവർക്ക് വിദഗ്ധ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക നടപടിയും ഈ ആശുപത്രികളിൽ പീരുമേട്ടിലും അതുപോലെ തന്നെ മുണ്ടകയത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടങ്ങിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഈ ആളുകളെ കൊണ്ടുപോകണോ, അത് കോട്ടയം മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥലത്തേക്ക് ആളുകളെ മാറ്റണോ എന്നുള്ള തീരുമാനം അടിയന്തരമായി കൈക്കൊള്ളും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ 34 പേരിൽ 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് പരിക്കുണ്ട്. ഏതെങ്കിലും വിധത്തിൽ സാരമായ
മാന്ത്രികമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടോ എന്നുള്ള വിശദമായിട്ടുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാഹ്യമായിട്ടുള്ള പരിക്കുകൾ കാഴ്ചയിലില്ല എങ്കിൽ പോലും ആന്തരികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടോ? കാരണം ഇറക്കത്താണ്, നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ്, 3 തവണ വണ്ടി വട്ടം മറിഞ്ഞിട്ടുണ്ട്. ഈ വാഹനത്തിൽ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആന്തരികമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. അതെന്തായാലും ആശുപത്രിയിൽ നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സങ്കടകരമായ കാര്യം 3 പേരുടെ മരണം തന്നെയാണ്. അവർ തീർത്ഥാടന വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയതാണ്. അതായത് തഞ്ചാവൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് കഴിഞ്ഞ 5-ാം തീയതി അവർ പോയതാണ്. മാവേലിക്കരയിൽ നിന്നാണ് KSRTC ബസിന്റെ ബജറ്റ് ടൂറിസം പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള KSRTC ബസിൽ യാത്ര തിരിക്കുന്നത്. തഞ്ചാവൂർ പോയി ഇന്നലെ വൈകിട്ടോടുകൂടി അവർ അവിടുന്ന് തിരികെ മടങ്ങുകയായിരുന്നു. മടങ്ങി വരുന്നതിനിടയിലാണ് കുമളി കഴിഞ്ഞ് കുട്ടിക്കാനം കഴിഞ്ഞ് പുല്ലുപാറയ്ക്ക് സമീപത്ത് വെച്ച് ഈ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത്, ബ്രേക്ക് നഷ്ടപ്പെടുന്നത്. ഉടൻ തന്നെ ഈ ഡ്രൈവർ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് വാഹനത്തിലുള്ളവരോട് പറഞ്ഞതായി പറയുന്നുണ്ട്. ആ നിമിഷം തന്നെ ഈ ബസ് റോഡ് സൈഡിലുണ്ടായിരുന്ന ബാരിക്കേഡ് തകർത്തുകൊണ്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. കൊക്കയിലേക്ക് അധിക ദൂരം പോകാതിരുന്നത് വലിയ ആശ്വാസകരമായ ആദ്യഘട്ടത്തിൽ കണ്ടിരുന്നു. 20 അടി താഴ്ചയിലേക്ക് പോയി ബസ് ഒരു മരത്തിൽ തങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീട് ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഈ വഴിയാത്രക്കാരും ഉൾപ്പെടെ ഇറങ്ങി ഈ ബസ് വടം വെച്ച് കെട്ടി നിർത്തി ആളുകളെ അതിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു. എല്ലാവരെയും തന്നെ പുറത്തേക്ക് എത്തിച്ച് റോഡിലേക്ക് കയറ്റിയതിനു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പീരുമേട്ടിലേക്കും മുണ്ടക്കയത്തേക്കുമായിരുന്നു ഈ ആളുകളെ കൊണ്ടുപോയിരുന്നത്. എല്ലാവരും ആശ്വാസകരമായ നിലയിൽ ഇരിക്കുകയായിരുന്നു. പരിക്കുകൾ ഗുരുതരമല്ല എന്നുള്ളൊരു സന്തോഷകരമായ കാര്യത്തിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഈ 3 പേരുടെ നില ഗുരുതരമാണെന്ന് മനസ്സിലാക്കുകയും 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സങ്കടകരമായ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വിനോദസഞ്ചാരത്തിന് പോയി തിരികെ മടങ്ങി വരുന്ന സംഘത്തിൽപ്പെട്ട 3 പേർ മരിച്ചിരിക്കുന്നു. 2 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട് പുല്ലുപാറയ്ക്ക് സമീപം KSRTCയുടെ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. 34 പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. ഇവർ ടൂർ പാക്കേജിന്റെ ഭാഗമായിട്ട് തഞ്ചാവൂരിലേക്ക് പോയ ബസ്സാണ്. മാവേലിക്കര തഞ്ചാവൂർ റൂട്ടിൽ ഓടുന്ന ബസ്സാണ് ഇപ്പോൾ കൊക്കയിലേക്ക് മറിഞ്ഞു. പുല്ലുപാറയ്ക്ക് സമീപം ഇടുക്കിയിലാണ് മറിഞ്ഞ് ഇപ്പോൾ 3 പേർ മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്.